സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, അത്ര വലിയ പൊട്ടത്തരം പറഞ്ഞോ മുഹമ്മദ് നബി എന്ന് ചോദിക്കുമെന്നാണ് അബൂജഹൽ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് അബൂജഹൽ എന്ന് പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു. വീണ്ടും ചോദിച്ചു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദ് മുസ്തഫ. നമ്മൾ ബ്രോഡ്വേയിലുള്ള ഏതെങ്കിലും മമ്മദാക്കളുടെ പേരൊന്നുമല്ല പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളവന്റെ ഖൽബിൽ നിന്ന് ആ നാമം കേൾക്കുമ്പോൾ ഒന്ന് പടക്കണം നമുക്ക്. ഹൂ ഈസ് ദ റിയൽ ഓണർ ഓഫ് ദ യൂണിവേഴ്സ്? ആരാണ് ഈ പ്രപഞ്ചം മുഴുവനും പടച്ചത്? ദ ആൽമൈറ്റി അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ ഖൽബിൽ മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് ഒന്ന് പിടക്കണം, സ്വലാത്ത് വരണം. അത് ഇങ്ങനെ ആകസ്മികമായി സംഭവിക്കണം, പറയാതെ കമ്പൽ ചെയ്യാൻ നിർബന്ധിക്കാതെ വരണം. അപ്പൊ വീണ്ടും ചോദിക്കാൻ സയ്യിദുനാ സിദ്ദീഖ് 3 വട്ടം ചോദിച്ചു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെ പറഞ്ഞു. എന്നാൽ ഞാനത് വിശ്വസിച്ചു. അന്ന് മുതലാണ് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേര് വിളിച്ചത്. സിദ്ദീഖ് സാദിഖ് കാ തസദ്ദുഖ് സാദിഖുൽ ഇസ്ലാം കർ ബന്ദയെ റസാഖ് താജുൽ അസ്ഫിയാ കേ വാസിതേ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എടുത്തു മറുത്രാസിൽ വെച്ചാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് വെയിറ്റ് ഉണ്ടാകുക. അത്രമേൽ സമുന്നതനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ